ഡ്രാഗൺ ചിക്കന് വേണ്ടി ഞാനിവിടെ 2 സവാള ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ യെല്ലോ റെഡ് ക്യാപ്സിക്കം ഒക്കെ അങ്ങനെ കളർ വെറൈറ്റി കളർ ഉണ്ടെങ്കിൽ എടുക്കാമേ. അപ്പോൾ സവാള നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒത്തിരി അങ്ങ് തിന്നായിട്ട് കട്ട് ചെയ്യണ്ട, ഇച്ചിരി കട്ടിക്കിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇതളാക്കി ഒന്ന് എടുക്കണേ. അപ്പം ഞാൻ സവാളയും ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ നമുക്ക് ഇങ്ങനെ നീളത്തിൽ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഒത്തിരി അങ്ങ് നീളമാണെങ്കിൽ അത് 2 ആക്കാം കേട്ടോ. അപ്പം ഞാൻ 1/2 കിലോ ചിക്കൻ ഇങ്ങനെ ഒന്ന് സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇച്ചിരി വിനാഗിരി ഉപ്പ് ഇട്ട് ആ വെള്ളത്തിൻ്റെ അകത്ത് ഒരു 10 മിനിറ്റ് നമുക്കിത് ഇട്ടതിന് ശേഷം കഴുകി വാരിയെടുക്കാമേ. ഞാൻ ചിക്കനെല്ലാം ഒന്ന് കഴുകി വാരിയെടുത്തായിരുന്നു. നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നിങ്ങളുടെ കയ്യിൽ മുളകിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാമേ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/2 ടേബിൾ സ്പൂൺ സെസ്വാൻ ചട്നി, 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്തിട്ട് ഒരു മുട്ടയും പൊട്ടിച്ചിട്ട് ഇത് നന്നായി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മുട്ടയുടെയും ഈ നമ്മുടെ സോസുകളുടെയൊക്കെ വെള്ളം കൂടുതലാണെങ്കിൽ കോൺഫ്ലോർ കുറച്ചുകൂടെ ചേർക്കണം. അപ്പം ഞാനിങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഇത്തിരി ലിക്വിഡായിട്ടാണ് ഇരുന്നത്. നമ്മുടെ ചിക്കനിൽ ഇത്തിരി അത്ര കോട്ടിങ് പിടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലോർ ചേർത്തേ. അപ്പം കോൺഫ്ലോറിനൊരു കണക്കില്ല, മീൻസ് ഒത്തിരി അങ്ങ് കോട്ടിങ് പോലല്ല, ഇത് ദാണ്ട് ഇത്തിരി ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ചിക്കനിൽ ഇച്ചിരി ആ കോട്ടിങ് വേണം. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് കോൺഫ്ലോർ ചേർക്കണേ. അപ്പോൾ ഇത് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഞാനൊരു 10-15 മിനിറ്റോടെ വെച്ചിരുന്നു. എന്നിട്ടൊരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഓരോന്നിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് ഇട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് വറുത്തെടുക്കാമേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ 5-6 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഞാനിതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് 2 തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അതൊന്ന് മുരിഞ്ഞു വന്നെന്നറിഞ്ഞുടനെ ആകെ ഒന്ന് വേവണം. ഞാനിതൊന്ന് കോരിയെടുക്കുന്നുണ്ട്. വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങ് മാറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂണിന് 1.5 ടേബിൾ സ്പൂൺ വട്ടത്തിലരിഞ്ഞ് വെളുത്തുള്ളി, 1 പച്ചമുളക്. അപ്പം വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ ഒന്ന് മൂത്ത് മരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആ സവാളയും ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. അത് ഉള്ളി ഇടുന്ന ഉടനെ ഒന്നിങ്ങനെ അലത്തി ഇടണേ. ഉള്ളി ഇട്ടൊരു 30-40 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തത്. ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഇതിന് ഞാനൊരു 4-5 ക്യാപ്സിക്കം ഇങ്ങനെ എടുത്തിട്ടുണ്ട് എനിക്ക് ഗാർണിഷിങ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ സെസ്വാൻ ചട്നി, നിങ്ങളുടെ കയ്യിൽ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ്, 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ കൂടെ കാശ്മീരി മുളക് പൊടി. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ കുറച്ച് സോസുകളുണ്ടായിരുന്നു, അതെല്ലാം ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഞാൻ ഒത്തിരി കോൺഫ്ലോർ ചേർക്കുന്നില്ല, കാരണം ഒത്തിരി ചേർത്താൽ അതങ്ങ് ഒത്തിരി അങ്ങ് തിക്കായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ 3/4 ടേബിൾ സ്പൂണേ ചേർത്തുള്ളൂ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് തിക്കായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ ചിക്കൻ ഇട്ടിട്ട് ഒത്തിരി അങ്ങ് വെള്ളം ആക്കണ്ട, ഇച്ചിരി അത് ഡ്രൈ ആയിട്ട് അതിലൊന്ന് പെരണ്ടിരിക്കണം. ലാസ്റ്റിൽ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ തേനുണ്ടല്ലോ, തേൻ ചേർത്തേ, അതുകൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് ചെറിയ തീയിൽ കിടക്കട്ടെ. ഒന്ന് ആവിയിൽ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ കയറി പിടിക്കട്ടെ. ഒരു 5 മിനിറ്റൊക്കെ ഞാനൊരു ചെറിയ തീയിൽ അവിടെ ഇട്ടിരുന്നു. ഇപ്പം നന്നായി അതൊക്കെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായി, അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സെർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്യാം. അപ്പം ഞാൻ 3-4 ക്യാപ്സിക്കം എടുത്ത് വെച്ചിരുന്നത്, അതെനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനൊരു കളർ കാണാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാനത് ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റിലൊന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്യണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.